എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഒരു ചുരി ബോട്ടൻ എങ്ങനെ കട്ട് ചെയ്ത് സ്റ്റിച്ച് ചെയ്യാം എന്നതിനെക്കുറിച്ചൊരു വീഡിയോ ആണ്. വളരെ സിമ്പിളായിട്ടുള്ള ഒരു രീതിയിലാണ് ഞാൻ അതിൻ്റെ കട്ടിങ്ങും സ്റ്റിച്ചിങ്ങും ഒക്കെ ഇതിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് കേട്ടോ. എല്ലാവർക്കും മനസ്സിലാവേണ്ട ഒരു രൂപത്തിലാണ്. ഇതിൻ്റെ മുകൾ ഭാഗത്ത് ഇതിനെ കെട്ടാനൊരു കയറാണ് വെച്ചിട്ടുള്ളത്, അലാസ്റ്റിക് അല്ല. അതേപോലെ ഇതിൻ്റെ മുകൾ ഭാഗത്ത് ഇതിൻ്റെ പ്ലീറ്റ് വരേണ്ട മോഡലുണ്ട്. ഇത് പ്ലീറ്റ് ഇല്ലാത്ത മോഡലിലാണ് കേട്ടോ നമ്മളിത് കട്ട് ചെയ്ത് സ്റ്റിച്ച് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഓക്കെ, നിങ്ങൾ വീഡിയോ ഫുള്ളായിട്ട് കാണണം, എന്നാലും ഇത് കറക്റ്റായിട്ട് നിങ്ങൾക്ക് മനസ്സിലാവുള്ളൂ. ഫസ്റ്റ് ആയിട്ടാണ് നിങ്ങൾ ഈ ചാനൽ കാണുന്നതെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. ആ തൊട്ടടുത്തുള്ള ബെൽ ഐക്കനും കൂടെ ഒന്ന് ക്ലിക്ക് ചെയ്യണേ. ഇതിൻ്റെ അളവ് എങ്ങനെ വരുന്നത് വെച്ചാൽ ഇതിൻ്റെ അരവണ്ണം 20 ഇഞ്ചാണ് വൺ സൈഡ് വരുന്നത്. അപ്പോൾ റൗണ്ടിൽ വരുമ്പോൾ 40 ഇഞ്ച് വരും കേട്ടോ. ഓക്കെ, ഇവിടുത്തെ ലൂസ് വരുന്നത് 13 ഇഞ്ചാണ്. അതേപോലെ ഇതിൻ്റെ ബെല്ല് വരുന്നത് ഒരു 5 ഇഞ്ച് കേട്ടോ. 5 ഇഞ്ച് 5.5 വെച്ചാൽ മതി. അപ്പോൾ ഓക്കെ, നമുക്ക് ഇതിൻ്റെ കട്ടിങ്ങിലേക്ക് കിടക്കാം. വളരെ സിമ്പിൾ ആട്ടോ ഇതിൻ്റെ കട്ടിങ്. അപ്പോൾ നിങ്ങൾ ഫുള്ളായിട്ട് വീഡിയോ കാണുക, എന്നാലേ കറക്റ്റായിട്ട് നിങ്ങൾക്ക് മനസ്സിലാവുള്ളൂ. അപ്പോൾ ഓക്കെ, നമുക്ക് കട്ടിങ്ങിലേക്ക് കിടക്കാം. അപ്പോൾ ഫസ്റ്റ് നമ്മളതിന് ആവശ്യമുള്ള ക്ലോത്ത് എടുത്തിട്ടുണ്ട്. ഇത് ഈ ചുരി ബോട്ടം എന്ന് പറഞ്ഞാൽ ഇത് തുണി ക്രോസിലാട്ടോ ഇട്ട് കട്ട് ചെയ്യുക. ചുരി ബോട്ടം ക്രോസിലാണ് കട്ട് ചെയ്യേണ്ടത്. അപ്പോൾ ഫസ്റ്റ് നമുക്ക് ഈ തുണി എത്ര ഉണ്ടെന്ന് അളവ് നോക്കാം. ഇതൊരു ചുരിദാർ ബിറ്റിൻ്റെ കൂടെ കിട്ടിയ ഒരു പാൻറ്റിൻ്റെ പീസാട്ടോ, പാൻറ്റിൻ്റെ ക്ലോത്താണ്. ഇതിപ്പോൾ ഒരു 1.5 മീറ്ററും ബാക്കി 2 മീറ്ററിൻ്റെ അടുത്ത്, 2 മീറ്റർ കുറച്ച് കമ്മിയുണ്ട്, 2 മീറ്റർ ഉണ്ട് കേട്ടത്. ഓക്കെ, അപ്പോൾ 2 മീറ്റർ നീളം, ഇതിൻ്റെ വീതി ഒരു 44 ഇഞ്ച് വീതിയുള്ള ഒരു ക്ലോത്താണ്. സാധാരണ ഇതന്നെ ഈ അളവിൽ തന്നെ ഇത് വരല് കേട്ടോ. ഓക്കെ, ഇതൊരു ബിറ്റിൻ്റെ കൂടെ വന്ന് പാൻറ്റിൻ്റെ പീസാണ്, കട്ട് ചെയ്തെടുത്തൊന്നുമല്ല. അപ്പോൾ ഫസ്റ്റ് തുണി ഇതുപോലെ കറക്റ്റ് ആ കരഭാഗമാണ് ഈ ഭാഗം മുകൾ ഭാഗത്തേക്ക് വരുന്നത്. ഇത് ഇതുപോലെ ഒപ്പം കറക്റ്റ് വെച്ച് സെൻട്രൽ ഫോൾഡ് ചെയ്യുക. ഈ ഭാഗമാണ് കര വരുന്നത് കേട്ടോ, തുണീൻ്റെ കര വരുന്ന ഭാഗമാണ് ഈ മേലെ. എന്നിട്ട് ഇതേപോലെ കറക്റ്റായിട്ട് സെൻട്രൽ ഫോൾഡ് ചെയ്ത് കണ്ട് ഇതുപോലെ കറക്റ്റ് സെൻട്രൽ ഫോൾഡ് ചെയ്തിട്ട് കേട്ടോ. എന്നിട്ട് ഇതുപോലെ കറക്റ്റായിട്ട് ഫോൾഡ് ചെയ്ത് വെച്ചിട്ട് ഇതിൻ്റെ ഈ ഭാഗമാണ് കര. ഓക്കെ, ഇത് ഈ ഭാഗം ഓപ്പണാണ്, ഈ ഭാഗമാണ് ആ ഫോൾഡിങ് വരുന്ന ഭാഗം, ഈ ഭാഗമാണ് കേട്ടോ ഫോൾഡിങ് വരുന്ന ഭാഗം. ഓക്കെ, എന്നിട്ട് ഇതേപോലെ പിടിച്ചിട്ട് കറക്റ്റായിട്ട് നിർത്തി വെച്ചിട്ട് ഇതേപോലെ ക്രോസിലും ഫോൾഡ് ചെയ്യുക. ഇതേപോലെ കേട്ടോ, ക്രോസിലും ഫോൾഡ് ചെയ്താൽ മതി. ഒരു കോണിൽ നിന്ന് മറ്റേ കോണിക്ക് ഇതേപോലെ ക്രോസ് വരുന്ന രൂപത്തിൽ ഇതേപോലെ ഫോൾഡ് ചെയ്തിട്ട് കേട്ടോ കറക്റ്റായിട്ട്. ഓക്കെ, ഈ ഭാഗമാണ് ഓപ്പണായി വരേണ്ട ഭാഗം, അതായത് ആ കരഭാഗം വരേണ്ട ഭാഗമാണത്. ഓക്കെ, ഈ ഭാഗം കേട്ടോ, അവിടെ 4 പീസ് ഉണ്ടാവും. ഓക്കെ, നമ്മൾ ഫോൾഡ് ചെയ്തിട്ടില്ല 4 പീസ്. ഇത് ഫോൾഡിങ് വരുന്ന ഒരു ഭാഗമാണ്, ഫോൾഡിംഗ് ആണ് ഇവിടെയും ഫോൾഡിംഗ് ആണ് കേട്ടോ. ഈ ഭാഗം ഫോൾഡിംഗ് ആണ്. അതേപോലെ ഈ ഭാഗം ഓപ്പൺ ആണ്, ഈ ഭാഗം തുണിൻ്റെ ഒരു കര വരുന്ന ഭാഗമാണ്. അപ്പോൾ ഇത് ഈ പാൻറ്റിൻ്റെ 2 കാലും ഒരുമിച്ചാണ് കട്ട് ചെയ്യുന്നത് കേട്ടോ. ഓക്കെ, അങ്ങനെ ഈ അടിഭാഗത്ത് ഇതുപോലെ കറക്റ്റായിട്ടൊരു ലൈൻ വരച്ചു. ഓക്കെ, എന്നിട്ടൊരു 1.5 ഇഞ്ച് മേലേക്ക് മാർക്ക് ചെയ്തിട്ട് അവിടെ ഇതുപോലെ ഒരു ലൈൻ വരക്കുക കേട്ടോ, ഇതേപോലെ കേട്ടോ. ഓക്കെ, എന്നിട്ട് ഇവിടുന്ന് ഇതിൻ്റെ ബോട്ടം മാർക്ക് ചെയ്യാണ്, ഒരു 5 ഇഞ്ച് മാർക്ക് ചെയ്യാണ് കേട്ടോ. 5 നിങ്ങളെ അളവ് എത്ര, 5, 5.5, 4.25 തന്നെ കരുതിൻ്റെ അളവ് വരും കേട്ടോ. അങ്ങനെ 5 ഇഞ്ച് മാർക്ക് ചെയ്തിട്ട് എക്സ്ട്രാ അടിക്കാനൊരു തുമ്പ് ഒരു 1/4 ഒരു 1 ഇഞ്ചോ അതുപോലെ മാർക്ക് ചെയ്യാം കേട്ടോ. ഓക്കെ, എൻ്റെ 1/4 ഇഞ്ച് മാർക്ക് ചെയ്തിട്ട് ഇത് ടോട്ടൽ ലെങ്ത്ത് എത്ര നോക്കുക. 49 ഇഞ്ചാണ് ഇതിൻ്റെ ടോട്ടൽ ഇതുവരെ വരുന്ന ലെങ്ത്ത്. ആ 49 ഇഞ്ച് ഫുള്ളായിട്ട് ഞാൻ വെക്കുന്നുണ്ട് കേട്ടോ. 49 ഇഞ്ച് കറക്റ്റ് ഇതവിടെ മാർക്ക് ചെയ്തു. ഓക്കെ, അങ്ങനെ കറക്റ്റ് അവിടെ ഏറ്റവും ടോപ്പ് എത്ര ലെങ്ത്ത് കിട്ടുന്നത് അത് ഫുൾ ഇടുന്നുണ്ട്. അങ്ങനെ 49 ഇഞ്ച് മാർക്ക് ചെയ്ത് കാരണം മുകളിൽ ഇതേപോലെ കറക്റ്റായിട്ടൊരു ലൈൻ വരച്ചിട്ടോ. ഓക്കെ, ഇനി ഇവിടുന്ന് അടിഭാഗത്തേക്ക് ഒരു 1.5 ഇഞ്ച് മാർക്ക് ചെയ്യാം കേട്ടോ. ഓക്കെ, ഇത് ഈ ഷീറ്റിന്മേലാണ് മാർക്ക് ചെയ്യണത്, ഇവിടെ മാർക്ക് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല കേട്ടോ. അത് കറക്റ്റായിട്ട് നിങ്ങൾക്ക് മനസ്സിലായിക്കോട്ടെ വിചാരിച്ചിട്ടുള്ളത്. ഇങ്ങനെ മാർക്ക് ചെയ്യേണ്ടത്, ഇങ്ങനെ മാർക്ക് ചെയ്യേണ്ട ആവശ്യമില്ല. ഇവിടെയാണ് ഫോൾഡിങ് വരേണ്ട ഭാഗം, ആ ഭാഗം ഇതേപോലെ കറക്റ്റായിട്ട് മേലക്കൊരു മാർക്കിങ് കൊടുത്തിട്ട് അതിനൊപ്പം കറക്റ്റ് ആ ലൈനൊന്ന് കറക്റ്റ് ആക്കാൻ വേണ്ടിയിട്ട് ഒരു മാർക്കിങ് കൊടുത്തതാണ്. ഇനി ഇതിൻ്റെ അരവണ്ണം മാർക്ക് ചെയ്യാണ്, ഒരു 11 ഇഞ്ച് വെക്കുന്നുണ്ട് കേട്ടോ. അരവണ്ണം 11 ഇഞ്ച് മാർക്ക് ചെയ്തിട്ടുണ്ട്. അതേപോലെ ഇവിടെയും 11 ഇഞ്ച് മാർക്ക് ചെയ്യുക. അപ്പോൾ ഇത് അടിച്ച് വരുമ്പോൾ ടോട്ടൽ റൗണ്ടിൽ വരുമ്പോൾ 40 ഇഞ്ച് ഉണ്ടാവും. ഇത് ഞാൻ അടിക്കാൻ പോകുന്ന ആൾക്ക് ഒരു അരവണ്ണം ഒരു 32, 33 അരവണ്ണം ഉണ്ടാവുള്ളൂ. അപ്പോൾ അത് കുറച്ച് ലൂസ് കിടന്നോട്ടെ. 40 ഇഞ്ചാണ് ടോട്ടൽ അടിച്ച് കഴിഞ്ഞാൽ വരും കേട്ടോ. എന്നിട്ട് അടിഭാഗത്തേക്ക് റിഗാൾ മാർക്ക് ചെയ്യുക. ഇതേപോലെ അടിഭാഗത്തേക്ക് ഒരു 14 ഇഞ്ച് മാർക്ക് ചെയ്യുക. 14 ഇഞ്ചിൻ്റെ ധാരാളമാണ്. 14 ഇഞ്ച് മാർക്ക് ചെയ്തിട്ട് ഇതുപോലെ ചെറിയൊരു ലൈൻ അവിടെ വരച്ചെടുക്കുക. ഓക്കെ, എന്നിട്ട് ഇതിൻ്റെ ഇവിടുത്തെ ലൂസ് മാർക്ക് ചെയ്യാണ്, ഒരു 13 ഇഞ്ച് മാർക്ക് ചെയ്യുന്നുണ്ട് കേട്ടോ. ഓക്കെ, ഒരു 13 ഇഞ്ച് ഇവിടെ മാർക്ക് ചെയ്യുന്നുണ്ട്. ഓക്കെ, 13 ഇഞ്ച് മാർക്ക് ചെയ്യുന്നുണ്ട്. എക്സ്ട്രാ ഒരു തുമ്പ്, അടിക്കാള തുമ്പ് ഒരു 1/2 ഇഞ്ച്, ഒരു 1/4 ഇഞ്ച്, 1 ഇഞ്ച് ഉണ്ടോ, 1 ഇഞ്ച് തുമ്പ് മാർക്ക് ചെയ്യുന്നുണ്ട് കേട്ടോ. ഓക്കെ, 1 ഇഞ്ച് തുമ്പ് മാർക്ക് ചെയ്തിട്ട് കേട്ടോ. എന്നിട്ട് ഇവിടുന്ന് ഇങ്ങോട്ട് ഒരു ക്രോസിൽ ഇതുപോലൊരു ലൈന് വരക്കുക. ഓക്കെ, ഇത്രയേ ഉള്ളൂ ഇപ്പോൾ ഇതിൻ്റെ മാർക്കിങ് കേട്ടോ. കൂടുതൽ മാർക്കിങ്ങും ഇതിനില്ല. എന്നിട്ട് ഇവിടെ ഇത് ഒരേപോലെയാണ് ഇതിൻ്റെ ലൂസ് വരുന്നത്. എന്നിട്ട് ഈ മുകൾ ഭാഗത്തേക്ക് ഈ മാർക്കിംഗ് വന്ന്
ഒരു 10 ഇഞ്ച് ഇങ്ങോട്ട് മേലേക്ക് മാർക്ക് ചെയ്യാണ്. മാർക്ക് ചെയ്തിട്ട് ഇവിടെ ഒരു ലൈന് വരച്ചിട്ട് ഇവിടുത്തെ ലൂസും ഈ ബോട്ടത്തിൻ്റെ അതേ ലൂസ് ഇട്ട് കൊടുക്കുകയാണ്. 5 ഇഞ്ച് ലൂസില്ല, അതേ ലൂസ് ഇവിടെയും മാർക്ക് ചെയ്യാണ് കേട്ടോ. ഓക്കെ, മാർക്ക് ചെയ്യാണ്. എക്സ്ട്രാ 1 ഇഞ്ച് തുമ്പിട്ടിട്ട് അവിടെ ചെറിയൊരു ഷേപ്പ് വരയ്ക്കുകയാണ്. ഇപ്പോൾ ഈ മാർക്ക് ചെയ്ത മാർക്കിംഗ് ഇല്ല, ഈ മേലേക്ക് ഒരു 10 ഇഞ്ച് മാർക്ക് ചെയ്ത് കണ്ട് ഈ സെൻറ്ററത്തെ ഈ മാർക്കിംഗ് വേണമെങ്കിൽ ചെയ്താൽ മതി. അല്ലെങ്കിൽ നിങ്ങൾ ഒന്നായിട്ട് കട്ട് ചെയ്തിട്ട് സൈഡ് പിടിക്കുമ്പോൾ കുറച്ച് ഷേപ്പെല്ലാം പിടിച്ചെടുത്താലും മതി കേട്ടോ. വേണമെങ്കിൽ ചെയ്താൽ മതി. അതാണ് ഞാൻ അങ്ങനെ മാർക്ക് ചെയ്തത്. ഓക്കെ, ഇവിടെ ഈ ഷേപ്പ് വേണമെങ്കിൽ മാർക്ക് ചെയ്താൽ മതി. അല്ലെങ്കിൽ ഫസ്റ്റ് നമ്മൾ മാർക്ക് ചെയ്തില്ല, അതിലൂടെ കട്ട് ചെയ്തിട്ട് സ്റ്റിച്ച് ചെയ്യുമ്പോൾ ഇതിലാണ് പിടിച്ചെടുത്താൽ മതി കേട്ടോ. ഓക്കെ, എന്നാലും മതി. അങ്ങനെ ഇവിടെ അങ്ങനെ ഷേപ്പ് മാർക്ക് ചെയ്തിട്ട് ഇവിടെ ഇതുപോലെ ചെറിയൊരു ഷേപ്പ് മാർക്ക് ചെയ്യുക. ഇതേപോലെ ചെറിയൊരു ഷേപ്പ് മാർക്ക് ചെയ്യട്ടോ. ഇനി ഇത് കട്ട് ചെയ്യാൻ പോവാണ്. ഇതിലൂടെ ഈ ഷേപ്പിൽ തന്നെ കട്ട് ചെയ്യാണ്. വേണമെങ്കിൽ അപ്പുറത്തെ ലൈനും കൂടെ കട്ട് ചെയ്യുക. പിന്നെ നമ്മൾ സ്റ്റിച്ച് ചെയ്യുമ്പോൾ ഒന്ന് ഷേപ്പിൽ പിടിച്ചെടുത്താലും മതി. ഓക്കെ, അപ്പോൾ അതിന് നിങ്ങളെ ഇഷ്ടം പോലെ ചെയ്യാം കേട്ടോ. ഓക്കെ, അങ്ങനെ ഈ ഭാഗം ഈ ഷേപ്പിൻ്റെ ഇവിടെ നിന്ന് ഇങ്ങോട്ടാണ് കട്ട് ചെയ്യാം കേട്ടോ. ഓക്കെ, അപ്പോൾ അത് കട്ടിങ് കഴിഞ്ഞു. ഇനി ഇതിൻ്റെ മുകൾ ഭാഗത്ത് നമ്മൾ ആ വരച്ചിട്ടുണ്ടല്ലോ, അടിയിൽ ആ ഷീറ്റും വേണം വരച്ചിട്ടുള്ളത്, അവിടെ ഒരു പീസ് ജോയിൻറ്റ് ചെയ്ത് കണ്ടിടണം. അതവിടെ വരക്കേണ്ട ആവശ്യമൊന്നുമില്ല. കാരണം അവിടെ ഞാൻ അങ്ങനെ വരച്ചത് എന്താ വെച്ചാൽ നിങ്ങൾക്ക് കറക്റ്റായിട്ട് മനസ്സിലായിക്കോട്ടെ, മനസ്സിലാവാൻ വേണ്ടിയിട്ടാണ് ഞാൻ വരച്ചിട്ടുള്ളത് കേട്ടോ. അവിടെ അങ്ങനെ വരക്കേണ്ട ആവശ്യമൊന്നുമില്ല കേട്ടോ. അപ്പോൾ ഇങ്ങനെ ആകുമ്പോൾ നിങ്ങൾ കൺഫ്യൂഷനൊക്കെ മാറും, അത് വിചാരിച്ചിട്ട് ഇങ്ങനെ ചെയ്തിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ ഇതേപോലെ വരിക. ഈ ഭാഗം ഒരു ഫോൾഡിങ് ആയി കിടക്കേണ്ട ഭാഗമാണ് ഈ ഭാഗം. ആ ഫോൾഡിങ് അവിടെ നിന്ന് ഓപ്പൺ ആക്കുകയാണ് കേട്ടോ. ആ തുണി ഫോൾഡ് ചെയ്തിട്ടപ്പോൾ ക്രോസിൽ ഫോൾഡ് ചെയ്തിട്ടപ്പോൾ ഈ ഭാഗം ഫോൾഡിങ്ങാ വരുള്ളൂ. അപ്പോൾ ആ ഭാഗം ഓപ്പൺ ആക്കുക. അങ്ങനെ ഓപ്പൺ ആക്കിയിട്ട് ഇതേപോലെ നമ്മൾ ആദ്യം കട്ട് ചെയ്ത് അതേ രൂപത്തിൽ നീർത്തി വെക്കുക. ഓക്കെ, ഇതേപോലെ നീർത്തി വെച്ചിട്ടുണ്ട് കേട്ടോ. എന്നിട്ട് ഇവിടെയും ഒരു പീസ് ജോയിൻറ്റ് ചെയ്യണം. ഓക്കെ, അതിന് ഒരു പീസ് നമ്മൾ എടുത്തിട്ടുണ്ട് മുകൾ ഭാഗത്തേക്ക്. ഓക്കെ, ഈ മുകൾ ഭാഗത്തെ ഈ ജോയിൻറ്റ് വരേണ്ട കരഭാഗമാണ്, ഇവിടെ കരഭാഗമാണ്. അപ്പോൾ ഒരു 1/2 ഇഞ്ച് ഇറക്കി വെച്ചിട്ട് ഈ പീസ് ഇതേപോലെയാണ് വെക്കുക. ഈ വെച്ച പീസിൻ്റെയും കരഭാഗമാണ് അവിടെ വെച്ചിട്ടുള്ളത് കേട്ടോ. ഓക്കെ, ജോയിൻറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. എന്നിട്ട് ഇവിടെയും ഒരു പീസ് ജോയിൻറ്റ് ചെയ്യുക. ഇതുവരെ ജോയിൻറ്റ് വരും കേട്ടോ. ആ മുകൾ ഭാഗത്ത് ആ ക്രോസ് ആ തല വരെ ജോയിൻറ്റ് വരും. അതിന് ഇതിൻ്റെ രണ്ടാമത്തെ സൈഡത്തെ ആ പീസ്, ഇത് 2 പീസാട്ടോ. ഈ വെക്കേണ്ട ഈ 2 പീസും ഡബിളാണ്. ഇത് 2 പീസാണ്. അതേപോലെ ഇതും 2 കാല കിടക്കുന്നുണ്ട്. അപ്പോൾ 2 പീസാണ്. ഇതും 2 പീസാണ്. ഓക്കെ, 2 പീസാണ്. ഓക്കെ, അതേപോലെ തന്നെ ഇതും ആ 2 പീസാണ്. ആ 2 പീസും അതേപോലെ തന്നെ ഒപ്പം വെക്കുക. ഒപ്പം വെച്ചിട്ട് ഈ ജോയിൻറ്റ് ഇയാളെ കറക്റ്റായിട്ട് വെക്കുക കേട്ടോ. ഒരേപോലെ വെക്കണം. എന്തെങ്കിലും കോവട്ടോ ക്രോസൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് ലെവലാക്കി കൊടുത്താൽ മതി കേട്ടോ. എന്നിട്ട് ഇതേപോലെ ഒപ്പം വെച്ചിട്ട് ഈ ഭാഗത്തുനിന്ന് കറക്റ്റായിട്ട് വെക്കുക. ഒരു 1/2 ഇഞ്ചിന് കയറ്റി വെക്കുക കേട്ടോ. ഒരു 1/2 ഇഞ്ചിന് കയറ്റി വെക്കുക. ആ തുമ്പുമ്പോൾ ഒരു 1/2 ഇഞ്ചിന് കയറ്റി വെച്ചിട്ട് ഇതേപോലെ കറക്റ്റായിട്ട് വെക്കുക. വെച്ചിട്ട് ഇവിടെ ഇതേപോലെ തന്നെ ഇവിടെ ഒരു ക്രോസ് പോകുന്നുണ്ട് കുറച്ച് ഭാഗം, ഒരു 2 ഇഞ്ച് മേലേക്ക് ഇതുപോലെ ക്രോസ് പോകുന്നുണ്ട്. അവിടെ ആ പീസിന് മടക്കി വെക്കുക കേട്ടോ. ഇതേപോലെയാണ് വെച്ചിട്ട് കറക്റ്റ് ഇങ്ങനെ വെക്കുക. ഇതേപോലെ ഈ ക്രോസ് ചെയ്യുന്നില്ല മേലേക്ക് കുറച്ച് ഭാഗം, അവിടെ അതേപോലെ തന്നെ ഒരു 1/2 ഇഞ്ച് മേൽഭാഗത്തേക്ക് കഴിച്ച് വെച്ചിട്ട് ഇതേപോലെ കറക്റ്റ് വെക്കുക. ഈ 1/2 ഇഞ്ച് മേൽഭാഗത്തേക്ക് എക്സ്ട്രാ കയറ്റി വെക്കണം എന്താ വെച്ചാൽ നമുക്ക് സ്റ്റിച്ച് ചെയ്യാനുള്ള തുമ്പാണ് കേട്ടോ. ഓക്കെ, ഇതേപോലെ കറക്റ്റായിട്ട് അതേപോലെ വെച്ചു. ഇനി ഇത് കട്ട് ചെയ്തിട്ട് ഞാൻ അത് വെച്ച് നിങ്ങൾക്ക് കറക്റ്റായിട്ട് കാണിച്ചു തരാം. അപ്പോൾ നിങ്ങൾക്ക് കറക്റ്റായിട്ട് മനസ്സിലാവും. പിന്നെ ഇതല്ലാത്ത രൂപത്തിൽ നമുക്ക് ഈ പീസ് ഇവിടെ ജോയിൻറ്റ് ചെയ്യാം. അത് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരുമ്പോൾ നിങ്ങൾക്ക് തന്നെ മനസ്സിലാവും, പറയേണ്ടതൊന്നും ആവശ്യം ഉണ്ടാവില്ല. എന്നിട്ട് ആ ഷേപ്പിൽ നമ്മൾ അതിൻ്റെ അടിഭാഗത്ത് വരച്ച അതേ ഷേപ്പ് ഇതിൻ്റെ മേലേക്ക് വരയ്ക്കുക. എന്നിട്ടാണ് കട്ട് ചെയ്യുക കേട്ടോ. അതേപോലെ മുകൾ ഭാഗത്തും ആ ലൈനൊക്കെ കറക്റ്റായിട്ടാണ് വെക്കുക. എന്നിട്ട് അവിടെ ഒരു ലൈൻ വരച്ചു കൊടുക്കുക കേട്ടോ. ഇതേപോലെ ലൈൻ വരച്ചിട്ട് നമ്മൾ മേൽഭാഗം ഫസ്റ്റ് വരച്ചില്ല, അതേ ലൈന് കറക്റ്റായിട്ട് വരച്ചിട്ട് അവിടെ കട്ട് ചെയ്യാണ് കേട്ടോ. ഓക്കെ, ഇനി ഇതിൻ്റെ കട്ടിങ് കഴിഞ്ഞിട്ട് ഇത് നീർത്തി വെച്ചിട്ട് ഞാൻ കാണിച്ചു തരാം. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും ഇതെങ്ങനെ ഇതിൻ്റെ ജോയിൻറ്റുകളൊക്കെ വരിക എന്നുള്ളത്. എന്നിട്ട് കറക്റ്റ് ആ ഷേപ്പിൽ തന്നെ കട്ട് ചെയ്യാം. ഇത് പ്ലേറ്റ് ഇല്ലാത്ത മോഡലാണ്. പ്ലേറ്റുള്ള മോഡലാണ് ഇങ്ങനെ അല്ല കേട്ടോ ഇതിൻ്റെ കട്ടിങ് വരിക. അവിടെ മേൽഭാഗത്ത് വേറെ പീസൊക്കെ വരിക. അത് നമുക്ക് വേണമെങ്കിൽ വേറെ വീഡിയോ ആയിട്ട് ചെയ്യാം. അപ്പോൾ ഓക്കെ, എത്ര ഇതിൻ്റെ കട്ടിങ് ഉള്ളൂ. ഇതിൻ്റെ അടിഭാഗത്ത് ഈ ബോട്ടിന് മടക്കി അടിക്കാനെടുത്തൊരു വെട്ടിയാട്ടിട്ടുണ്ട്. ഇനി അത് നീർത്തി വെച്ച് കാണിച്ചു തരാം. ഈ 2 പീസും ഞാൻ മാറ്റി വെച്ചു. അതേപോലെ ഈ അടിഭാഗത്ത് ജോയിൻറ്റ് ചെയ്യാനുള്ള ഈ 2 പീസും മാറ്റി വെച്ചിട്ടോ. ഓക്കെ, ഈ 2 പീസുണ്ട്. ഇതും അതേപോലെ 2 പീസുണ്ട് കേട്ടോ. ഓക്കെ, എന്നിട്ട് ഇത് നീർത്തി വെക്കുക കേട്ടോ. ഇതിൻ്റെ ഒരു കാലെടുക്കുക, ഒരു കാലം മാറ്റി വെക്കുക. 2 ഒരേപോലത്തെ ജോയിൻ്റ് ആളാണ് വരുന്നത്. അപ്പോൾ ഒന്ന് കാണിച്ചാൽ അത് നിങ്ങൾക്ക് കറക്റ്റായിട്ട് മനസ്സിലാവും കേട്ടോ. എന്നിട്ട് ഇതെങ്ങനെ വരിക എന്ന് വെച്ചാൽ ഇതൊന്ന് മാറ്റി വെക്കുന്നുണ്ട്. ഓക്കെ, ഇത് നീർത്തി പിടിച്ചിട്ട് കറക്റ്റ് ആ ജോയിൻറ്റ് അതിമൊക്കെ ജോയിൻറ്റ് ചെയ്യാനാണ്. അപ്പോൾ ഇതിങ്ങനെ വെച്ച് കഴിഞ്ഞാൽ കറക്റ്റായിട്ട് നിങ്ങൾക്ക് മനസ്സിലാവും. ഈ വലിയ പീസില്ലേ, ഈ വലിയ പീസ് ഇവിടെ വരും. കറക്റ്റായിട്ട് നമ്മൾ 1/2 ഇഞ്ച് അതിമൊക്കെ കയറ്റി വെച്ചിട്ടാണ് കട്ട് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ജോയിൻറ്റ് ചെയ്താൽ കറക്റ്റായിട്ടാണ് കിടക്കും കേട്ടോ. ഇതേപോലെ 1/2 ഇഞ്ച് ഞാൻ കയറ്റി വെച്ചിട്ടുണ്ട്, ഇപ്പോഴും കയറ്റി വെച്ചിട്ടുണ്ട് 1/2 ഇഞ്ച്.
ഇതേപോലെ കറക്റ്റായിട്ട് വരും. അതേപോലെ ഈ ചെറിയ പീസ് ഇവിടെയും വരും. നിങ്ങൾക്ക് ആ ഈ പാൻറ്റിൻ്റെ കാല് ഇതുപോലെ ഫോൾഡ് ചെയ്തിട്ട് കണ്ട് ഈ പീസ് കട്ട് ചെയ്യാൻ റിസ്ക് ആണെങ്കിൽ കാല് മാത്രം കട്ട് ചെയ്തെടുത്തിട്ട് ആ പീസുകൾ ഇവിടെയൊക്കെ ജോയിൻറ്റ് ചെയ്ത് പിടിപ്പിച്ചിട്ടാണ് കട്ട് ചെയ്താൽ മതി. എന്നാലും വളരെ സിമ്പിളായിട്ട് കട്ട് ചെയ്യാം. ഓക്കെ, അതായത് ഇത് ഇങ്ങനെ കാല് ഇങ്ങനെ ഫോൾഡ് ചെയ്ത് ഇട്ടിട്ട് അതിൻ്റെ മേലെ ഈ പീസ് വെച്ചിട്ട് കട്ട് ചെയ്യാൻ റിസ്ക് ആണെങ്കിൽ ഈ കാല് കട്ട് ചെയ്തെടുത്തിട്ട് ഈ മേലത്തെ പീസൊക്കെ ആദ്യം നമുക്ക് ജോയിൻറ്റ് ചെയ്യുക. ജോയിൻറ്റ് ചെയ്തതിന് ശേഷം കട്ട് ചെയ്താൽ മതി കേട്ടോ, എന്നാലും മതി. ഓക്കെ, അപ്പോൾ എത്ര ഇതിൻ്റെ കട്ടിങ് ഉള്ളൂ. അപ്പോൾ ഇനി നമുക്ക് ഇതിൻ്റെ സ്റ്റിച്ചിങ്ങിലേക്ക് കിടക്കട്ടോ. വളരെ സിമ്പിളാട്ടോ, ഒന്ന് ശ്രദ്ധിച്ചാൽ മതി. ഫസ്റ്റ് ഇതിൻ്റെ ഒരു കാലെടുത്തിട്ടുണ്ട് കേട്ടോ, ഒന്ന് മാറ്റി വെച്ചിട്ടുണ്ട്. ഇവിടെയാണ് ചെറിയ ജോയിൻറ്റ് വരിക, ഇവിടെയാണ് വലിയ ജോയിൻറ്റ് വരുന്നത്. അതേപോലെ ഈ ഭാഗമാണ് ബോട്ടൺ. ഓക്കെ, ഈ ബോട്ടൺ ആദ്യം ഞാൻ മടക്കി അടിക്കാം കേട്ടോ. ഇവിടെ ഒരു 1.5 ഇഞ്ച് നമ്മൾ തുമ്പ് വെച്ചിട്ടുണ്ട്. ആ തുമ്പ് കറക്റ്റ്, ആ ഫോൾഡിങ് കറക്റ്റ് ആക്കിയിട്ട്, ആ മാർക്കിങ് കറക്റ്റ് ആക്കിയിട്ട് ഫോൾഡ് ചെയ്ത് അടിക്കട്ടോ. അപ്പോൾ ഇതേപോലെ തന്നെ ഇതിൻ്റെ രണ്ടാമത്തെ കാലും ഞാൻ ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഞാനത് അതിൻ്റെ വീഡിയോ ഇതിൽ ഉൾപ്പെടുത്തിയിട്ടില്ല. ഒരു കാലടിക്കേണ്ട വീഡിയോ ഞാൻ കൊടുക്കണുള്ളൂ, അത് നിങ്ങൾക്ക് മനസ്സിലാവും. പിന്നെ ഇതിന് രണ്ടും പാടെ കൊടുത്ത് ഒരുപാട് വീഡിയോസിൻ്റെ ലെങ്ത്ത് കൂട്ടണ്ടല്ലോ, അത് വിചാരിച്ചിട്ടാണ്. അപ്പോൾ ഒരു കാലടിക്കണേ ഇതിന് കൊടുക്കണുള്ളൂ കേട്ടോ. ഓക്കെ, അങ്ങനെ ആ കാലിൻ്റെ അടിഭാഗത്ത് അതിൻ്റെ തെല്ലിന് ഇതേപോലെ തന്നെ അടിക്കട്ടെ. അതേപോലെ തന്നെ രണ്ടാമത്തെ കാലും അടിക്കേണ്ടത്. ഓക്കെ, ഞാൻ ആ ഭാഗം ഫോൾഡ് ചെയ്ത് കാണും സാധാരണ അടിക്കുന്ന മാതിരി മടക്കി അടിക്കുക. ഓക്കെ, അപ്പോൾ ഇതാണ് ഇതിൻ്റെ ഉൾഭാഗം. ഇൻഡുട്ട ഭാഗമാണ് ഉൾഭാഗം. കാരണം ഈ ഭാഗത്തേക്കാണ് ഞാൻ ഫോൾഡ് ചെയ്ത് അടിച്ചിട്ടുള്ളത്. അപ്പോൾ ഇങ്ങനെ മേലേക്ക് കയറ്റി വരുമ്പോൾ ഈ ഭാഗമാണ് ഇതിൻ്റെ ഉൾഭാഗം കേട്ടോ. ഇനി ഇതിൻ്റെ മേലെ ആ പീസ് ജോയിൻറ്റ് ചെയ്യാനുള്ള പീസ് എടുത്തിട്ടുണ്ട്. ഇവിടെ ഈ ചെറിയ പീസ് വരും, രണ്ടാമത്തെ ഈ സൈഡ് ഇതിൻ്റെ ഈ വലിയ പീസാണ് ജോയിൻറ്റ് ചെയ്യുന്നത് കേട്ടോ. ഓക്കെ, ഇവിടെ ജോയിൻറ്റ് ചെയ്യുക. അപ്പോൾ ഓക്കെ, നമ്മൾ കറക്റ്റായിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ ഒരു പീസിന് മാറ്റി വെച്ചാൽ ചെറിയ പീസ് എടുത്തിട്ടുണ്ട് കേട്ടോ. എന്നിട്ട് ആ ചെറിയ പീസിൻ്റെ ഈ സൈഡും അതേപോലെ ഇതിൻ്റെ ഈ പാൻറ്റിൻ്റെ കാലിൻ്റെ ഈ സൈഡും ഒപ്പം വെക്കുക. ഈ രണ്ട് ഭാഗം കരഭാഗമാണ്. അതായത് ഈ കാലിൻ്റെ ഈ ചീത്തവശം മേലേക്ക് ആവേണ്ട രൂപത്തിൽ വെച്ചിട്ട് ഇതേപോലെ സ്റ്റിച്ച് ചെയ്യുക കേട്ടോ. ഈ രണ്ട് തുമ്പും ഒപ്പം വെക്കുക. ഇത് കരഭാഗമാണ്. ഇപ്പോൾ ഈ അടിക്കേണ്ട ഈ ഭാഗം കരഭാഗമാണ്. അപ്പോൾ അവിടെ പിന്നി പോരൂല, നൂലെടുത്ത് പോരൂല. അപ്പോൾ ആ രണ്ട് തുമ്പും ഒപ്പം വെച്ച് കാണാൻ സ്റ്റിച്ച് ചെയ്താൽ മതി ഇതേപോലെ. ഓക്കെ, കര വരേണ്ട ഭാഗമാണ് ഈ രണ്ട് പീസിൻ്റെയും ഈ അടിക്കേണ്ട ഈ സൈഡ്. അപ്പോൾ അവിടെ നൂലെടുത്ത് തുമ്പ് പിന്നി പോരൂല. അപ്പോൾ ഇതേപോലെ രണ്ട് തുമ്പും ഒപ്പം വെച്ച് കാണാൻ സ്റ്റിച്ച് ചെയ്യുക. എന്നിട്ട് അതിൻ്റെ മേലക്കൂടെ ഒന്നും കൂടെ സ്റ്റിച്ച് ചെയ്യുക. തുമ്പ് അടിക്കേണ്ട ആ സൈഡിലേക്ക് വെച്ചിട്ട് ഒന്ന് സ്റ്റിച്ച് ചെയ്യട്ടോ മേലക്കൂടെ. അപ്പോൾ അങ്ങനെ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടോ. അപ്പോൾ ഒരു സൈഡിലുള്ള പീസ് വെച്ചു. ഇനി രണ്ടാമത്തെ സൈഡിൽ വെക്കേണ്ട പീസാണ്, ആ വലിയ പീസാണ്. ഓക്കെ, ഇത് ഉൾഭാഗമാണ്. അതിൻ്റെ ഒട്ട ഭാഗം ചീത്തവശം അത് അടിഭാഗത്തേക്ക് വെച്ചിട്ട് ആ പീസ് ഇതിൻ്റെ മേലെ വെച്ചിട്ടാണ് സ്റ്റിച്ച് ചെയ്യണത്. ഈ അടിക്കേണ്ട ഈ രണ്ട് ഭാഗം കരഭാഗമല്ല, നൂല് തുമ്പെടുത്ത് ഇങ്ങനെ പോരും, കരല്ല. അപ്പോൾ ഞാൻ ഈ ഭാഗം ഫോൾഡ് ചെയ്തിട്ടാണ് അടിക്കുന്നത്. ഒരു പീസ് കുറച്ച് നറക്കി വെച്ചിട്ട് ആ വലിയ പീസ് അതിമേക്കും ഫോൾഡ് ചെയ്ത് വെച്ചിട്ട് ഒരു 1/4 ഇഞ്ച് വീതിയിൽ സ്റ്റിച്ച് ചെയ്യാണ്. നമ്മൾ സാധാരണ കവർ ചെയ്ത് അടിക്കൂല, അതേപോലെ ഈ ഷർട്ടിൻ്റെയൊക്കെ സൈഡ് അടിക്കൂലേ, അതേപോലെ കവർ ചെയ്ത് അടിക്കട്ടോ. ഇനി ഇതിന് നിങ്ങൾക്ക് റിസ്ക് ആണെങ്കിൽ രണ്ട് തുമ്പ് ഒപ്പം വെച്ച് കണ്ട് ഒരൊറ്റ അടി അടിക്കുക. ആ തുമ്പ് ഒരു സൈഡിലേക്ക് വെച്ച് കണ്ട് മേലെ കൂടെ ഒന്ന് സ്റ്റിച്ച് ചെയ്താലും മതി കേട്ടോ. പക്ഷേ ഇത് ഞാൻ പിന്നി പോരാതിരിക്കാൻ വേണ്ടി ഒരുപാട് ഫിനിഷിങ് ഇങ്ങനെ അടിക്കലാണ്. അപ്പോൾ ഇങ്ങനെ അടിക്കാൻ പഠിക്കുക. ഓക്കെ, ഇതേപോലെ ഒരു പീസ് വെക്കാൻ കയറ്റി വെച്ച് കണ്ട് ഫോൾഡ് ചെയ്ത് കണ്ട് ഒരു 1/4 ഇഞ്ച് വീതിയിൽ സ്റ്റിച്ച് ചെയ്യാണ്. എന്നിട്ട് അതിൻ്റെ മേലെ കൂടെ അത് ആ ഫോൾഡ് ചെയ്ത ഭാഗത്തേക്ക് വെച്ചിട്ട് ഇതേപോലെ ഈ ഭാഗത്തേക്ക് വെച്ചിട്ട് അതിൻ്റെ മേലെ കൂടെ ഒന്ന് സ്റ്റിച്ച് ചെയ്യാം കേട്ടോ. അതായത് ആ തുമ്പ് നിൽക്കേണ്ട ഭാഗത്തേക്ക് തന്നെ അത് വെക്കുക, പതിച്ച് വെച്ചിട്ട് അതിൻ്റെ മേലെ കൂടെ ആ കവർ ചെയ്ത ആ പീസില്ലേ, ആ കവറിങ് ഇല്ല, അതിൻ്റെ മേലെ കൂടെ ഒന്നും കൂടെ പതിച്ച് വെച്ച് സ്റ്റിച്ച് ചെയ്യണം കേട്ടോ. ഓക്കെ, ഇതേപോലെ സ്റ്റിച്ച് ചെയ്യുക. ഇതേപോലെ തന്നെ ഇതിൻ്റെ രണ്ടാമത്തെ കാലും ഇതേപോലെ സ്റ്റിച്ച് ചെയ്തെടുക്കുക കേട്ടോ. ഓക്കെ, ആ രണ്ട് പീസും അവിടെ ജോയിൻറ്റ് ചെയ്യുക, അതിൻ്റെ മേലെ കൂടെ സ്റ്റിച്ച് ചെയ്യുക, അത്രേ ഇപ്പോൾ ഇതുള്ളൂ. ഓക്കെ, ഞാൻ ഇതുപോലെ രണ്ട് കാല് അടിച്ചിട്ടുണ്ട്. ഈ ഭാഗമാണ് ഇതിൻ്റെ ഉൾഭാഗം വരുന്നത്, ഈ ഇൻഡുട്ട ഭാഗമാണ് ഉള്ളിലേക്ക് വരേണ്ട ഭാഗം കേട്ടോ. ഓക്കെ, അതേപോലെ തന്നെ രണ്ടാമത്തെ കാലും ഞാൻ എടുക്കുകയാണ്, അത് ഞാൻ അടിച്ച് വെച്ചിട്ടുണ്ട്. ആ പീസ് ഇതുപോലെ എടുത്ത് വെച്ചിട്ട് ആ പീസ് ഈ ഭാഗത്തേക്കാണ് ഫോൾഡ് ചെയ്ത് അടിച്ചിട്ടുള്ളത്. അതിൻ്റെ ഉൾഭാഗം ഇതാണ് കേട്ടോ. എന്നിട്ട് ഈ രണ്ട് പീസും ഇതേപോലെ ഒന്ന് ഒപ്പം വെക്കേണ്ടത്. നിങ്ങൾക്ക് കറക്റ്റ് കാണിച്ചു തരാൻ വേണ്ടി ചെയ്യാം കേട്ടോ. ഇത് ഇങ്ങനെയൊന്നും ചെയ്യേണ്ട, ഇങ്ങനെ ഇൻഡ്യൂട്ടൊന്നും ആവശ്യമില്ല. നിങ്ങൾക്ക് കറക്റ്റ് മനസ്സിലായിക്കോട്ടെ. ഇനി ഒരു ഡൗട്ട് ഇതിൽ ഉണ്ടാവേണ്ട വിചാരിച്ചിട്ടാണ് ഇങ്ങനെ ചെയ്യേണ്ടത്. എന്നിട്ട് ഈ രണ്ട് ചീത്തവശം ഈ ഉൾഭാഗം ഇതേപോലെ ഒരുമിച്ച് വെച്ചിട്ട് ഇതേപോലെ കറക്റ്റായിട്ട് വെക്കണം കേട്ടോ. എന്നിട്ട് ഇതിൻ്റെ മുകൾ ഭാഗത്ത് ഞാൻ കറക്റ്റ് ഒന്ന് കാണിച്ചു തരാം. അതായത് ഇതിൻ്റെ ഇങ്ങനെ വരാം, ഇതാണ് ഉൾഭാഗം, ഇതിൻ്റെ ഉൾഭാഗം ഇതേപോലെ. അപ്പോൾ ഇതേപോലെ വരണം കേട്ടോ. അതായത് ഇതിൻ്റെ ഉൾഭാഗം ഒരേ ഭാഗത്തേക്ക് തന്നെ വരണം. അതേപോലെ ഈ വലിയ പീസ് രണ്ടും ജോയിൻറ്റ് ചെയ്തത്
അതും ഒരേ ഭാഗത്തേക്ക് വരണം കേട്ടോ. ഇനി ഇത് അപ്പുറം മറിഞ്ഞാലും കുഴപ്പമൊന്നുമില്ല, പക്ഷേ ഇത് ഇങ്ങനെ വരലാണ് അതിൻ്റെ വൃത്തി, അത്രേ ഉള്ളൂ. ഇപ്പോൾ ഒന്ന് ഇടതും, അതായത് നമ്മളൊന്ന് അടിക്കുമ്പോൾ ഒന്ന് അടിഭാഗത്തു നിന്ന് അടിക്കുമ്പോൾ രണ്ടാമത്തെ സൈഡ് അടിക്കുമ്പോൾ മുകൾ ഭാഗത്തു നിന്ന് അടിക്കുക, അതായത് ലെഫ്റ്റും റൈറ്റും ആക്കിയിട്ടാണ് അടിക്കുക കേട്ടോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് അങ്ങനെ ആവണം എന്ന് അങ്ങനെ ആയ ഫിനിഷിംഗ് ആണ് കുറച്ചും കൂടെ, അതാണ് ഞാൻ ഇങ്ങനെ കാണിച്ചു തരുന്നത് കേട്ടോ. ഓക്കെ, എന്നിട്ട് ഈ കാലിൻ്റെ സൈഡ് ഇതേപോലെ സൈഡ് ജോയിൻറ്റ് ചെയ്യാണ് കേട്ടോ. ഇതേപോലെ കറക്റ്റ് സൈഡാണ് ജോയിൻറ്റ് ചെയ്യുക. ഓക്കെ, എന്നിട്ട് വേണമെങ്കിൽ ഒന്നും കൂടെ സ്റ്റിച്ച് ചെയ്യാം കേട്ടോ. കാരണം ഇത് ക്രോസ് അല്ലേ, ഒരു 2 അടി അടിക്കേണ്ടത് നല്ലത്. കാരണം ഇത് ക്രോസ് ആകുമ്പോൾ ഇത് കാല് ടൈറ്റിൽ കിടക്കേണ്ട സാധനമല്ല, വേഗം സ്റ്റിച്ച് പൊട്ടും ഇതിൻ്റെ. ഈ ചുരി പാൻറ്റിന് അങ്ങനെ ഒരു പ്രശ്നം വരാണ്ട്. അപ്പോൾ ഒന്നും കൂടെ സ്റ്റിച്ച് ചെയ്തിട്ടുണ്ട്. എന്നിട്ട് അങ്ങനെ 1 ഇഞ്ച് വീതിയിലാണ് ഇത് അടിച്ചിട്ടുള്ളത് കേട്ടോ. ഓക്കെ, എന്നിട്ട് ഇവിടെ ചെറിയ ഓരോ വെട്ടിടുന്നുണ്ട് കേട്ടോ. ഇതെന്തിനാണെന്ന് വെച്ചാൽ ഇത് പിന്നി പോരാതിരിക്കാനാണ് ഇത് ചെയ്യണത്. അല്ലെങ്കിൽ നമ്മൾ ഓവർലോക്ക് ചെയ്താൽ മതി, അല്ലെങ്കിൽ ഇതുപോലെ ചെറിയ ഓരോ വെട്ടിട്ട് കൊടുക്കുക. 1 ഇഞ്ച് ഗ്യാപ്പ്, ഒരു 1.25 ഇഞ്ച് ഗ്യാപ്പ് ഇട്ടിട്ട് ചെറിയ ഓരോ വെട്ടിട്ടാൽ മതി കേട്ടോ. എന്നത് പിന്നി പോരൂല. അങ്ങനെ ആ കാല് ഫുള്ള് വെട്ടിടുക. ആ 2 കാലും ഇതേപോലെ ഞാൻ സ്റ്റിച്ച് ചെയ്തിട്ടുണ്ട്. അങ്ങനെ 2 കാലും ഞാൻ എടുത്തിട്ടുണ്ട് കേട്ടോ. എന്നിട്ട് ഈ 2 കാലിൻ്റെ മുകൾ ഭാഗം ജോയിൻറ്റ് ചെയ്യണം. അതിൻ്റെ മുമ്പേ ഈ മുകൾ ഭാഗത്തുനിന്ന് ഒരു 3 ഇഞ്ച് ഞാൻ മാർക്ക് ചെയ്തിട്ടുണ്ട് കേട്ടോ. ഈ ഭാഗത്തേക്ക് 3 ഇഞ്ച് മാർക്ക് ചെയ്തിട്ട് ഇതുപോലെ ഒന്ന് ഫോൾഡ് ചെയ്ത് അടിക്കുകയാണ്. ഒരു പീസ് മാത്രം കേട്ടോ. അതായത് ആ കയറ് വെക്കാനുള്ള ഭാഗമാണ്, അവിടെ ചെറിയൊരു ഓപ്പൺ അടിക്കണം. അതിന് വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്യണേ. അങ്ങനെ ഈ ഫസ്റ്റ് ഞാൻ അടിച്ചത് അടിഭാഗത്തു നിന്ന് മേൽഭാഗത്തേക്കാണ്. രണ്ടാമത് ഈ പീസ് വെച്ച് അടിക്കുന്നത് മുകൾ ഭാഗത്തു നിന്ന് അടിഭാഗത്തേക്ക്. അതായത് ഇത് അടിച്ചതിൻ്റെ ഓപ്പോസിറ്റാണ് ഇത് അടിക്കേണ്ടത് മാത്രം. ഈ 2 ചെറിയ പീസും ഒരു ഭാഗത്തേക്കാണ് വരുന്നതും. ഓക്കെ, എന്നിട്ട് ഇവിടെ നിന്ന് ഇങ്ങോട്ട് അടിക്കട്ടോ. ഫസ്റ്റ് നമ്മൾ അടിയിൽ നിന്ന് മേലേക്ക് അടിച്ചത്, അതേപോലെ രണ്ടാമത് ഈ ഓപ്പൺ അടിക്കുമ്പോൾ ഈ മുകൾ ഭാഗത്തു നിന്ന് ഇങ്ങോട്ട് അടിയിലേക്ക് അടിക്കുക. അപ്പോഴേ ഒന്ന് ലെഫ്റ്റും ഒന്ന് റൈറ്റും വരുള്ളൂ കേട്ടോ. ഓക്കെ, ഞാൻ 2 പീസും അടിച്ചെടുത്തിട്ടുണ്ട്. എന്നിട്ട് ഇത് രണ്ടും കൂടെ ജോയിൻറ്റ് ചെയ്യാണ്. ഇതാണ് ഇതിന് നല്ല വശം. ഈ ശരിയിട്ട ഭാഗം നല്ല വശമാണ്. അതേപോലെ ഇതിൻ്റെ നല്ല വശം ഈ ശരിയിട്ട ഭാഗം, ഇത് രണ്ടും ചേർത്ത് വെക്കുക. ഇതേപോലെ ചേർത്ത് വെച്ചിട്ട് ആ ഭാഗം കൊണ്ട് സ്റ്റിച്ച് ചെയ്യണം. ഫുള്ള് റൗണ്ടിൽ സ്റ്റിച്ച് ചെയ്യുക. ആ 2 തുമ്പും ഒപ്പം വെച്ചുകൊണ്ട് സ്റ്റിച്ച് ചെയ്തെടുത്താൽ മതി. പക്ഷേ ഞാൻ അങ്ങനെയല്ല ചെയ്യണത്, ഞാൻ അത് കവർ ചെയ്യാണ്. അതായത് ഒരു പീസ് കുറച്ച് ഇറക്കി വെച്ചിട്ട് രണ്ടാമത്തെ പീസ് അതിമേക്കും ഫോൾഡ് ചെയ്ത് വെച്ചുകൊണ്ട് ഒരു 4 ഇഞ്ച് വീതിയിൽ സ്റ്റിച്ച് ചെയ്തുകൊണ്ട് അതിൻ്റെ മേലെ കൂടെ സ്റ്റിച്ച് ചെയ്യാണ് നമ്മൾ. മറ്റേ അതിൻ്റെ ആ പീസ് ജോയിൻറ്റ് ചെയ്തില്ലേ, അതേപോലെ തന്നെ ഇവിടെയും ജോയിൻറ്റ് ചെയ്യണം. എന്താണെന്ന് വെച്ചാൽ ആ നൂലൊന്നും പുറത്തേക്ക് കാണില്ല, അതിൻ്റെ ഫിനിഷിംഗ് ആയിട്ട് തന്നെ കിടക്കുള്ളൂ കേട്ടോ. അപ്പോൾ ഇതേപോലെ അടിക്കാൻ ഇതുപോലെ റിസ്ക് ആണെങ്കിൽ 2 പീസും ഒപ്പം വെച്ചുകൊണ്ട് ജോയിൻറ്റ് ചെയ്യുക. എന്നിട്ട് ഒരു തുമ്പ് ഒരു സൈഡിലേക്ക് വെച്ചിട്ട് അതിൻ്റെ മേലെ കൂടെ ഒന്ന് സ്റ്റിച്ച് ചെയ്താലും മതി കേട്ടോ. അപ്പോൾ അങ്ങനെ ഞാനവിടെ അടിച്ചെടുത്തിട്ടുണ്ട്. എന്നിട്ട് ആ കവറിങ്ങിന് മേലെ കൂടെ ആ കവറിങ് പതിച്ച് വെച്ചുകൊണ്ട് സ്റ്റിച്ച് ചെയ്യുന്നുണ്ട് കേട്ടോ. അതേപോലെ വേണമെങ്കിൽ ചെയ്താൽ മതി കേട്ടോ. നമുക്ക് റിസ്ക് ആണെങ്കിൽ ഞാൻ പറയില്ല, 2 തുമ്പ് ഒപ്പം വെച്ചുകൊണ്ട് അടിക്കുക, മേലെ കൂടെ സ്റ്റിച്ച് ചെയ്യുക. ആ ഭാഗം ജോയിൻറ്റ് ചെയ്യാൻ റൗണ്ടിൽ 2 കാലും കൂടെ ഒരുമിച്ച് വരേണ്ട ആ ഭാഗം ജോയിൻറ്റ് ചെയ്യാൻ കേട്ടോ. ഓക്കെ, കറക്റ്റായിട്ട് ജോയിൻറ്റ് ചെയ്യുക. അങ്ങനെ ജോയിൻറ്റ് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതേപോലെ വരും. ഓക്കെ, എന്നിട്ട് ഇതിൻ്റെ മേലെ ഇനി ഒന്ന് ഫോൾഡ് ചെയ്ത് അടിക്കുകയാണ്. ആദ്യം ഒരു 1/2 ഇഞ്ചിൽ ഫോൾഡ് ചെയ്യുക. എന്നിട്ട് പിന്നെ ഒരു 1 ഇഞ്ചിൽ ഒന്നും കൂടെ ഫോൾഡ് ചെയ്ത് കണ്ട് സ്റ്റിച്ച് ചെയ്യുക. ഇതിൻ്റെ ഈ ഭാഗത്താണ് ഇതിൻ്റെ കയറ് വരേണ്ട ഭാഗം. കയറ് വരാൻ വേണ്ടിയാണ്. ഇനി അലാസ്റ്റിക് വെക്കണമെങ്കിൽ അതിൻ്റെ അലാസ്റ്റിക് വെച്ചെടുത്താൽ മതി. അപ്പോൾ ഒരു 1 ഇഞ്ചും കൂടെ കൂടുതലിട്ട് കട്ട് ചെയ്താൽ മതി, അത്രേ ഉള്ളൂ. നമ്മൾ കയർ വെക്കാൻ വേണ്ടി ഒരു 1.5 ഇഞ്ചാണ് ഇട്ടിട്ടുള്ളത്. അലാസ്റ്റിക് വരികയാണെങ്കിൽ 1 ഇഞ്ചും കൂടെ കൂടുതലിട്ട് 2.5 ഇഞ്ചിൽ കട്ട് ചെയ്ത് കണ്ട് അലാസ്റ്റിക് ആണ് പിടിപ്പിച്ചാൽ മതി. അപ്പോൾ ഈ ഓപ്പൺ അടിക്കണമെന്ന് ആവശ്യമില്ല. ഓക്കെ, അങ്ങനെ അവിടെ അടിച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ എത്ര ഉള്ളൂ, വളരെ സിമ്പിളാണ് കേട്ടോ. ഇതൊക്കെ വളരെ ഈസി ആയിട്ട് നമുക്ക് എല്ലാവർക്കും ചെയ്യാൻ പറ്റുന്നൊരു മെത്തേഡാണ്. ഇതും വലിയ റിസ്ക് ഇല്ലാത്ത കാര്യമാണ്. അപ്പോൾ ഇതേപോലെ തന്നെ നിങ്ങൾ കട്ട് ചെയ്യുക, ക്രോസിലിട്ട് കണ്ട് കട്ട് ചെയ്യാനും ചുരി പാൻ്റ് ആകുമ്പോൾ, എന്നാലേ അത് കറക്റ്റ് അതിൻ്റെ രൂപത്തിൽ കിടക്കുള്ളൂ. അപ്പോൾ ഇതേപോലെ അടിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. വളരെ സിമ്പിളാണ് കേട്ടോ. ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കേണ്ടി, വളരെ ഈസിയാണ്. അപ്പോൾ വീഡിയോ കണ്ടതിന് നന്ദി. അടുത്തൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം. വീഡിയോ കണ്ടതിന് ശേഷം ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കില്ല. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ബോക്സിൽ അറിയിക്കുക. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നിങ്ങളെ ഫ്രണ്ട്സുകൾക്കൊക്കെ ഷെയർ ചെയ്യുക. അപ്പോൾ ഓക്കെ, താങ്ക് യു.